നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു വനിതയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ രണ്ട് രാജാവിൻ്റെ കഥ നിങ്ങൾ കേൾക്കണം. രണ്ട് അയൽ രാജാക്കന്മാർ, വളരെ ശക്തരും അത്രയും തന്നെ പ്രബലരും, എല്ലാ രീതിയിലും സൈന്യമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം നല്ല രീതിയിലുമാണ്. അവർ തമ്മിൽ അയൽക്കാരാണ്, ഒപ്പം തന്നെ യുദ്ധത്തിൻ്റെ ഒരു മുൾമുനയിലുമാണ്. അതിനകത്ത് ഒരു രാജാവിൻ്റെ കൂടെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മരുമകനുണ്ട്. മരുമകൻ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ, ഭാവി രാജകുമാരൻ. അങ്ങനെ ഈ രാജാവിൻ്റെ പ്രിയപ്പെട്ട വിനോദങ്ങളൊന്ന് നായാട്ടാണ്. അങ്ങനെ ഒരു ദിവസം അവർ നായാട്ടിന് പോയി, അമ്മാവനും മരുമകനും കൂടെ. നായാട്ടിന് പോയി കാട്ടിൽ വെച്ചിട്ട് അവർക്ക് വഴിതെറ്റി രാജാവ് ചെന്നപ്പെട്ടത് നമ്മുടെ അയൽ രാജാവ്, ശത്രു രാജാവിൻ്റെ മുന്നിൽ. ശത്രു രാജാവ് അന്നേരം തന്നെ കൊല്ലാനായിട്ട് വാള് കയ്യിലെടുത്തു. അപ്പം നമ്മുടെ രാജാവ് പറഞ്ഞു, ഇത് അന്തസ്സില്ലായ്മയാണ്, യുദ്ധഭൂമിയിൽ വെച്ച് വേണം ചെയ്യാൻ, അതിന് ചില വഴികളുണ്ട്, ചില രീതികളുണ്ട്. ഇത് നമ്മുടെ അയൽ രാജാവ് കേട്ടപ്പോൾ പുള്ളിക്ക് ശരിയാണെന്ന് തോന്നി. പുള്ളി പറഞ്ഞു, ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം, കൃത്യമായ ഉത്തരമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി യുദ്ധം ഉണ്ടാവില്ല, ഞാൻ ഈ യുദ്ധം ചെയ്യാൻ അങ്ങോട്ടേക്ക് വരില്ല. മറിച്ച് ഉത്തരം തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം മുഴുവൻ എനിക്ക് അടിയറവ് വയ്ക്കണം. റെഡിയാണോ എന്ന് ചോദിച്ചു. നമ്മുടെ രാജാവ് പറഞ്ഞു, വാക്കിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആൾക്കാരല്ലേ. രാജാവ് പറഞ്ഞു, ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം നമുക്ക് ഇവിടെ വെച്ച് കാണാം, അന്നേരം അതിൻ്റെ ഉത്തരവായിട്ട് വേണം വരാൻ. രാജാവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ വരാം. എന്താണ് ചോദ്യം? ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? രാജാവ് ഒന്ന് ആലോചിച്ചു, എന്താണ് ഉത്തരം? നമ്മുടെ അയൽ രാജാവ് പറഞ്ഞു, ഇപ്പം പറയണ്ട, 10 ദിവസം സമയമുണ്ട്, അതിനുശേഷം ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അയൽ രാജാവ് പോയി. നമ്മുടെ രാജാവ് തിരികെ പോകുന്ന വഴിയിൽ നമ്മുടെ മരുമകനെ കണ്ടു. മരുമകനോട് കാര്യങ്ങൾ പറഞ്ഞു. മരുമകൻ പറഞ്ഞു, അമ്മാവ, വളരെ ഈസി, എത്രയോ പണ്ഡിതന്മാരുണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൊട്ടാരത്തിൽ, അവരോടൊന്ന് ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടും. അങ്ങനെ രാജാവ് പണ്ഡിതന്മാരെല്ലാം വിളിച്ചു. അടുത്ത ദിവസം ചോദ്യം ചോദിച്ചു, എന്താണ് ഒരു സ്ത്രീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്? പണ്ഡിതന്മാർ പല ഉത്തരങ്ങൾ പറഞ്ഞു, പല ചർച്ചകൾ നടന്നു. ഒരു ഉത്തരവും രാജാവിനെ അങ്ങോട്ട് തൃപ്തിയായില്ല. അങ്ങനെ 10ാമത്തെ ദിവസമായി. രാജാവ് കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. കാരണം അവിടെ നമ്മുടെ അയൽ രാജാവ് കാത്തു നിൽപ്പുണ്ടാവും, അവിടെ ഉത്തരം പറയാം. രാജാവിന് ഭയമായി തുടങ്ങി. പറയുന്ന ഉത്തരം തെറ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാജ്യം നഷ്ടമാകും. വളരെ വിഷമിച്ച് രാജാവ് കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു വൃദ്ധ രാജാവിൻ്റെ കുതിരയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി. വൃദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ ജട പിടിച്ച്, മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കുന്ന, ജീർച്ച വസ്ത്രം ധരിച്ച്, മാറുന്ന വസ്ത്രങ്ങളുമായിട്ട് നിൽക്കുന്ന വളരെ വൃത്തികെട്ട ഒരു മനുഷ്യരൂപം. രാജാവ് ഭ്രാന്തിയായിരിക്കും എന്ന് കരുതി രാജാവ് വഴിമാറിപ്പോന്നു. അന്നേരം സ്ത്രീ പറഞ്ഞു, നമ്മുടെ വൃദ്ധ പറഞ്ഞു, ഈ ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം മുഴുവൻ നഷ്ടമാവും. ഇത് കേട്ട ഉടനെ രാജാവ് നിർത്തി. ഈ സ്ത്രീക്ക് ഇതെങ്ങനെ അറിയാം? രാജാവ് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി വൃദ്ധയുടെ അടുത്തേക്ക് പോയി. വൃദ്ധ പറഞ്ഞു, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന രാജാവിന് കൊടുക്കാനുള്ള ഉത്തരം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെനിക്ക് മാത്രമേ അറിയാവൂ. ഞാൻ ആ ഉത്തരം പറഞ്ഞുതരാം. രാജാവ് ഒന്നിങ്ങനെ ആലോചിച്ചു. ഈ വൃദ്ധയായ സ്ത്രീയാണ്, പറയുന്നത് കേൾക്കണോ? കണ്ടിട്ടൊരു ഭ്രാന്തിയാണെന്ന് തോന്നുന്നു. രാജാവ് പറഞ്ഞു, ആ കുഴപ്പമില്ല, പറഞ്ഞു, ഞാൻ എന്തായാലും കേൾക്കാം. അപ്പോൾ വൃദ്ധ പറഞ്ഞു, അങ്ങനെ വെറുതെ പറയാൻ പറ്റത്തില്ല. ഒന്ന്, ഈ ഉത്തരം രഹസ്യമായി മാത്രമേ നിങ്ങൾ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് പോയി പറയാൻ പാടുള്ളൂ. രണ്ടാമത്തത്, ഈ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചാൽ. രാജാവ് പറഞ്ഞു, ആ, നിങ്ങൾക്ക് എല്ലാ കിളിയും പോയി നിൽക്കുന്ന ആളാണല്ലേ, ശരി, എന്നാൽ ഓക്കെ, ഞാനിപ്പോൾ പൊക്കോളാം. സ്ത്രീ പറഞ്ഞു, ഇല്ല, ഉത്തരം കേട്ടിട്ട് പോകണം. കാരണം ഈ ഉത്തരവില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ രാജ്യവും നിങ്ങൾക്ക് നഷ്ടമാകും. ഇത് കേട്ട ഉടനെ നമ്മുടെ രാജാവ് ഒന്നുകൂടെ ആലോചിച്ചു. എന്തായാലും വൃദ്ധ പറയുന്നത് കേൾക്കാം. വൃദ്ധ പറഞ്ഞു, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്താണെന്ന് അറിയാമോ? രാജാവ് ഉത്തരത്തിനായിട്ട് കാത്തു നിന്നു. സ്ത്രീ ചെവിയിൽ പറഞ്ഞു. രാജാവ് ഒന്ന് കേട്ടിട്ട്, ഇതായിരിക്കും ഉത്തരം. ആയിരിക്കാം. രാജാവ് നേരെ കാട്ടിലേക്ക് പോയി. നമ്മുടെ അയൽ രാജാവിടെ കാത്തു നിൽപ്പുണ്ട്. അയൽ രാജാവ് ചോദിച്ചു, ഉത്തരം കിട്ടിയോ? വൃദ്ധ പറഞ്ഞ അതേ ഉത്തരം നമ്മുടെ രാജാവ് അയൽ രാജാവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഇത് കേട്ട ഉടനെ അയൽ രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, ശരിയാണ്, ഉത്തരം ശരിയാണ്, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് യുദ്ധത്തിന് വരില്ല. ഇത്രയും പറഞ്ഞ് അയൽ രാജാവ് തിരികെ പോയി.
രാജാവ് തിരിച്ച് കുതിരപ്പുറത്ത് കൊട്ടാരത്തിലേക്ക് വന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുക. രാജാവ് പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു, ആ ഉത്തരം ശരിയായിരുന്നു, അങ്ങനെ നമുക്ക് രാജ്യം ഇതെല്ലാം തിരിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ ആഘോഷം തുടങ്ങി. പക്ഷേ നമ്മുടെ മരുമകൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മാവൻ അത്ര സന്തോഷമില്ല. നേരെ മരുമകൻ അമ്മാവൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അമ്മാവാ എന്ത് പറ്റി ഒരു സന്തോഷമില്ലാത്ത, ഇതൊക്കെ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ? അന്നേരം വൃദ്ധ ആവശ്യപ്പെട്ട കാര്യം മരുമകനോട് അമ്മാവൻ പറഞ്ഞു. ആ വൃദ്ധയെ കല്യാണം കഴിച്ചു. മരുമകൻ പറഞ്ഞു, അതിനെന്ത് വിഷമമാണ് അമ്മാവ, ഞാൻ അമ്മാവൻ രാജ്യത്തിന് വേണ്ടി ചെയ്തതാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയില്ലേ, ഇതൊരു പ്രശ്നമേ അല്ല, ഞാൻ വിവാഹം കഴിക്കാൻ ഒരുക്കമാണ്. അങ്ങനെ ഒരാഴ്ചക്കകത്ത് വൃദ്ധമായിട്ടുള്ള വിവാഹം കെങ്കേമമായി നടന്നു. വിവാഹം കഴിഞ്ഞ് നമ്മുടെ രാജകുമാരൻ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു. ഞെട്ടിപ്പോയി. കാരണം അവിടെ വൃദ്ധയുടെ സ്ഥാനത്ത് അതീവ സുന്ദരിയായ ഒരു യുവതി നിന്നു. രാജകുമാരൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അന്നേരം ആ യുവതി പറഞ്ഞു, എനിക്കൊരു ശാപം കിട്ടിയതാണ്. ആ ശാപം കിട്ടിയതുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ പകുതി സമയം വൃദ്ധയായിട്ടും പകുതി സമയം ഞാൻ യുവതിയായിട്ടുമാണ് ജീവിക്കുന്നത്. ഏത് സമയമാണ് യുവതിയാവേണ്ടത്, ഏത് സമയമാണ് വൃദ്ധയാവേണ്ടതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണ്. ഇത് കേട്ട രാജകുമാരൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ യുവതി, ഏത് സമയം യുവതിയാവണം, ഏത് സമയം വൃദ്ധയാവണമെന്ന് തീരുമാനിക്കാൻ ഞാൻ ആരാണ്? അതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അത് നിങ്ങൾക്കാണ്. ഇത് കേട്ട ഉടനെ യുവതി രാജകുമാരനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ശാപം ഉണ്ടായിരുന്നു, ആ ശാപം ഇതോടുകൂടി മാറി. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ഒരാൾ പറയുമ്പോൾ അന്നേരമാണ് എൻ്റെ ശാപം മാറുന്നത്. ഇനി ഞാൻ എന്നും ഒരു യുവതിയായിട്ട് തന്നെ. ഹാപ്പി വിമൻസ് ഡേ.